മുർത്തബ, ചിക്കൻ മുർത്തബയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് എന്നോട് ചോദിക്കരുത്. നോർത്ത് ഇന്ത്യൻ പേരാണോ അങ്ങനെ എന്തോ പേരാണ്, എനിക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഇതിപ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അയ്യേ മഞ്ജു അതല്ല അതിൻ്റെ പേരെന്നൊന്നും എന്നോട് പറയരുത്. എന്നോട് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത് ഇച്ചിരി പാടാണെന്ന്. ഒരു പാടുമില്ല. ഇനി വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. നമ്മൾ മുട്ടത്തോരൻ പോലെയായി ഇതിനങ്ങ് പരത്തിയെടുക്കണം. അത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നാലൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് എന്ന് ഞാൻ പറയുന്നു. കഴിച്ചു നോക്കുന്നവരും കൂടി അത് പറയണം. ഹായ്, മഞ്ജുസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും ഓരോരോ തരംഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വീണ്ടും പെടാൻ പോവാണോ എന്ന് സംശയമുണ്ട്. പക്ഷേ നമ്മൾ പെടില്ല. നമ്മൾ സൂക്ഷിക്കാനുള്ളതൊക്കെ സൂക്ഷിച്ച് നല്ല ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകണം. 2022 എല്ലാവർക്കും നല്ല വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിള്ളേർക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു ഡിഷാണ്. ഇതിൻ്റെ പേരെന്താണെന്നറിയാമോ? മുർത്തബ, ചിക്കൻ മുർത്തബയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് എന്നോട് ചോദിക്കരുത്. ഇങ്ങനെ പേരാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ ഇതിന് സിന്ദാബാദ് മുർത്താബാദ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഇതെന്തോ നോർത്ത് ഇന്ത്യൻ പേരാണോ അങ്ങനെ എന്തോ പേരാണ്. എനിക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ചിക്കൻ മുർത്തബയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഉണ്ടാക്കുന്നത് നമ്മൾക്കൊക്കെ സാധാരണ പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലാണ്. അങ്ങനെ മുർത്തബ വലിയ സംഭവമൊന്നുമല്ല. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാവേ. അതിനാദ്യം 2 കപ്പ് മൈദ, അതിലേക്ക് പഞ്ചസാര, ഒരു 1.5 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, മുട്ട, രണ്ട് മുട്ട, ഫുൾ മുട്ട ഉണ്ട് കേട്ടോ, വൈറ്റ് മാത്രമല്ല, പാല്, പകുതി പാലൊഴിക്കാവേ. ഇനി നമുക്കിത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഒരുവിധം നമ്മൾ മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണ, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരുവിധം കുഴച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബട്ടർ ഇടുന്നേ. ഇനി നല്ലോണം കുഴയ്ക്കണം. നല്ല ഭംഗിയായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കണം. എന്താ നമ്മൾ ഉണ്ടാക്കുന്നത്? ചിക്കൻ മുർത്തബ. ഇതിപ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അയ്യേ മഞ്ജു അതല്ല അതിൻ്റെ പേരെന്നൊന്നും എന്നോട് പറയരുത്. എന്നോട് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. നല്ലോണം കുഴയ്ക്കണം കേട്ടോ. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഉപ്പും നേരിയ മധുരം അത്രേ പാടും. കണ്ടോ, അപ്പം നല്ല നല്ല പഞ്ഞി പോലെയായി. ഇതിനി ഒരു 30 മിനിറ്റ്, അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതിന് അരമണിക്കൂർ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇച്ചിരി എണ്ണ ഒന്ന് മേളിൽ തൂക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ മേള് വശമേ ഇങ്ങനെ ഉണങ്ങി വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ലേശം എണ്ണ അതിനകത്തൊന്ന് ഇറ്റിച്ചു കൊടുക്കണം. അപ്പോൾ അത് നല്ല സിങ്ക് ചെയ്ത് അങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇവനെ ഇവിടെ ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇവനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട പണി. ഇതാണ് മുർത്തബ ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്. ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത് ഇച്ചിരി പാടാണെന്ന്. ഒരു പാടുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്തും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഞാൻ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാമെന്ന് വെച്ചത്. എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനെടുത്ത് മാറ്റി വെക്കാം. മാറ്റി വെച്ചേ, അതവിടെ നോക്കാം. ഇനി വേണ്ടത് ബോൺലെസ് ചിക്കനാണ്.
ഇപ്പോൾ നമ്മളൊരു കോഴീനെ മേടിച്ചിട്ടൊരു 2-3 കഷ്ണം മതി. അപ്പോൾ അതുപോലെ ഇതൊരു 500 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയുള്ളൊരു ചിക്കൻ ബോൺലെസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതൊന്ന് മിക്സിയിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആവേണ്ട, എന്നാലും ആവണം. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ആക്കിയിട്ട് വരാം. അതിന് മുൻപ് ഞാൻ പാൻ ഒന്ന് കത്തിക്കട്ടെ, ചൂടാവട്ടെ. അപ്പോഴത്തേന് ഇത് ഞാൻ ഇതാക്കിയിട്ട് വരാം. അടുത്തത് ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് ഒരു 4 സവോള നീളത്തിലരിഞ്ഞതാണ്. ഇതിലേക്ക് ഒരു മീഡിയം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. നല്ല പേരല്ലേ? ഞാൻ എന്നിട്ട് വീട്ടിലുണ്ടാക്കി നോക്കി. ഇത് വളരെ വളരെ റെയറായിട്ട് എന്നെ വിളിക്കുന്ന ഒരു ഫ്രണ്ടുണ്ട് മലേഷ്യയിൽ. അപ്പോൾ ചേച്ചി പറഞ്ഞു തന്നതാണ്, വല്ലപ്പോഴേ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ നമ്മുടെ മഞ്ജൂസ് കിച്ചൺ കണ്ടിട്ട് ചേച്ചി എന്നെ വിളിച്ചു. ചേച്ചി വിളിച്ചിട്ട് ചേച്ചി ഈ അടുത്താണ് അത് കണ്ടത്. അപ്പോൾ പപ്പടക്കറി ഉണ്ടാക്കി, ഭയങ്കര ടേസ്റ്റായിരുന്നു. കൊച്ചേ നിനക്ക് പറ്റുമായിരിക്കും, മുർത്താബ ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ, ഇതിൻ്റെ പേര് ഇങ്ങനെയാണോ എനിക്കറിയില്ല. എന്തായാലും നമുക്കിതിനെ ചിക്കൻ മുർത്താബ എന്ന് വിളിക്കാം. അപ്പോൾ ചേച്ചി പറഞ്ഞു തന്നതാണിത്. എന്നിട്ട് ഞാൻ വീട്ടിലൊരു ദിവസം ഉണ്ടാക്കി, കൊള്ളാം, നൈസായിരുന്നു. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് വാടട്ടെ, എന്നിട്ട് ബാക്കി ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ ക്യാരറ്റും സവാളയും കൂടി ഉപ്പും ഇട്ട് വഴറ്റുന്നതാണ്. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ലേശം എണ്ണയുടെ കുറവുണ്ട് നമുക്ക്. ഇനി നമുക്ക് കുറച്ച് പൊടികളിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടേക്കുന്നത്, അപ്പോൾ ഒരുപാട് എരിവുണ്ടാവില്ല. മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല. ഇത് ഞാൻ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണേ. പക്ഷേ ഇവിടെ എല്ലാം വലിയ പിള്ളേരാണ്, എല്ലാം 45 മേളിലുള്ള പിള്ളേരെ ഇവിടെ ഉള്ളു. പിന്നെ 1-2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മളിത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ടുള്ളൊരു സാധനം ഇടാൻ പോവാണ്. നമ്മുടെ ചിക്കൻ മിക്സിയിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇടാൻ പോവാം. ഇതൊരു 5-8 മിനിറ്റിൽ ഇത് വേകും. ചിക്കന് ഇങ്ങനെ ഇടുമ്പോൾ അത്രയും വേവൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, വേഗം വേകും. ഇപ്പോൾ നമ്മളൊരു 5-6 മിനിറ്റേ ആയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ മുട്ടത്തോരൻ പോലെയായി. അപ്പോൾ ഇതും വാങ്ങി വെക്കാറായി. നമുക്കൊരു ലേശം മല്ലിയില, ഇതങ്ങ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഉണ്ട്, ഇച്ചും കൂടി വേണം. ഇച്ചിരി മല്ലിയില. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. തീ ഓഫ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഒന്ന് ചൂടാറിയിട്ട് ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. നമുക്ക് ആ സമയത്ത് വേറെ കുറച്ച് പരിപാടികളിലേക്ക് കടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബൗൾ എടുക്കുന്നു. ബൗളിലേക്ക് ഒരു മുട്ട, രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മിശ്രിതം, നമ്മുടെ മൈദ കുഴച്ച് വെച്ചേക്കുന്ന എടുക്കാൻ പോവാണ്. അതേ നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റായി.
ഇതേപോലെ സോഫ്റ്റ് ആവണേ. അപ്പോൾ ഇത് ആറുന്നതിനനുസരിച്ച് വേറൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതും കൂടി ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കടക്കാം. ഇതിലേക്ക് അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് അല്പം മാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ചെയ്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെക്കുവേ. റെഡി, സെറ്റ്, ഗോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് അരമണിക്കൂറിൽ കൂടുതൽ നമ്മുടെ ഇത് ഇരുന്നിട്ടുണ്ട്. ഇനി ഇതിന് ഭയങ്കര ഷേപ്പൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ നമ്മൾ പൊടിയൊന്നും തൂക്കാതെയാണ് പരത്തുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കാൻ പാടായിരിക്കും. നമുക്ക് പറ്റുന്ന പോലെ മാക്സിമം നൈസായിട്ട് ഇതിനങ്ങ് പരത്തിയെടുക്കണം. അത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നാലൊന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല, ഈ ഷേപ്പ് മതി. ഇനി നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, അതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. ഒരു പാനും കൂടി വെച്ച് നമ്മൾ ചൂടാക്കണം. ഇനിയാണ് വലിയ പരിപാടികൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു പാനും കൂടി എടുത്ത് ചൂടാക്കട്ടെ. അതൊന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ മിക്സ് വയ്ക്കാം. ഇനി നമ്മൾ ഇതിനെ മെല്ലെ എടുത്ത് ഇങ്ങനെ അങ്ങ് പൊതിയും. എന്നിട്ട് ലേശം മുട്ട ഇവിടെ തൂക്കും. നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ലേശം എണ്ണ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് മെല്ലെ ഇളക്കിയെടുത്തിട്ട് മുട്ട വെച്ച വശം ഇതിൻ്റെ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. അടുത്ത വശത്തേക്ക് നമ്മൾ അല്പം മുട്ടയുടെ ബാറ്റർ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിനെ മറിച്ചിടും. അതും ഒന്ന് മുരിഞ്ഞു വരണം, ആ സൈഡും ഒന്ന് മുരിഞ്ഞു വരണം. അപ്പോഴത്തേനും നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. അപ്പം നമ്മൾ അടുത്ത മുട്ടയുടെ മിശ്രിതം ഇടാൻ പോവുകയാണേ. അപ്പോൾ നമ്മുടെ ഒരു മൂർത്തബ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മൾക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡിലോട്ടും കൂടെ വെക്കാം. അടുത്തത് ഇടാൻ പോവാ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മുർത്തബ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് പേടിയാണ് ആ പേര് പറയുമ്പോൾ. ഇത് എന്ത് പേര് എന്ന് ഞാൻ കൈപൊള്ളി അതവിടെ ഇരിക്കട്ടെ. ഒന്നതിനകത്തുണ്ട്. ഇതാ കണ്ടോ, നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് എന്ന് ഞാൻ പറയുന്നു. കഴിച്ച് നോക്കുന്നവരും കൂടി അത് പറയണം. അപ്പം നമുക്കിത് ആരെങ്കിലും കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം കേട്ടോ. ഏത് ഭാഗ്യവാനും ഏത് ഭാഗ്യവതിക്കും ഇത് വന്ന് കഴിക്കാം. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തതാണ്, അല്ലാതെ ഞാൻ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. ഭാഗ്യവാൻ വന്നു, ഭാഗ്യവതിയും വന്നടാ. അപ്പം ഇതെന്താണ്?
മുർത്തബ പറഞ്ഞടാ, നീ പറ. ആ എന്താന്ന് എനിക്ക് അറിയില്ല വെച്ചേ, എന്നോട് ഇങ്ങനെ ഒരു പേര് പറഞ്ഞു, ഞാനിങ്ങനെ ഉണ്ടാക്കി, അതാണ് സംഭവം. കഴിക്കുമ്പോ അറിയാം എന്തിനാവുമെന്ന്. ഇത് രണ്ടും മാറിയതായിരിക്കും. കഴിച്ചോ, ഓരോന്നെടുത്തോ. ഞാനൊന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് വെച്ചിട്ട് തന്നെ, എനിക്കിത് മുഴുവൻ വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഡിഷ്. നല്ല ഇഷ്ടപ്പെട്ടു. ശരിയാ, നല്ല. ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ലല്ലോ. ഇനി കഴിക്കാൻ എന്താ ഒരു പോസിബിലിറ്റി ഉള്ളത്? ഇനി ബേക്കറിയിൽ അങ്ങനെ കിട്ടുകയാണെങ്കിൽ കഴിക്കാം. അയ്യടാ, എന്നാലും ഉണ്ടാക്കി കഴിക്കരുത്. മഞ്ജൂസ് കിച്ചണിൽ കഴിക്കാം. ഞാൻ മഞ്ജൂസ് കിച്ചണിൽ ഇതിന് ഉണ്ടാക്കൂല. ഇനി വേറെ ഡിഷ് അന്നേരം വരുമോ? വരാം. ഓക്കെ. നീ എന്ത് ചെയ്യും? അമ്മേനോട് പറയണം, ഈ മഞ്ജൂസ് കിച്ചൺ കാണാൻ പറയണം. എപ്പിസോഡ് വരുമ്പോ എന്നാലും കാണരുതടാ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ചിക്കൻ മുർത്താബായും കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഇതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കും. പുതിയൊരു ഡിഷുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ, ബൈ.